എൻ്റെ പൊന്നളിയാ, നിൻ്റെയൊക്കെ ലൈഫാണ് ലൈഫ് കേട്ടോ. ദുബായിൽ നല്ല ജോലി, കുറേ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ കാണാം, നല്ല ഫുഡ് അടിക്കാം, നല്ല ഡ്രസ്സ് ഇട്ട് കറങ്ങി നടക്കാം. അടിപൊളി ലൈഫ് തന്നെ. നിൻ്റെ സ്റ്റോറി സ്റ്റാറ്റസൊക്കെ ഞാൻ കാണുന്നുണ്ട്. എന്താല്ലേ ഇങ്ങനെ ചില നാട്ടുവർത്താനങ്ങളുണ്ടല്ലേ. ഇത് എൻ്റെ കഥയല്ല, മറ്റൊരാളുടെയാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ എൻ്റെയുമാണ്, പലപ്പോഴും നിങ്ങളുടെയാണ്. ശരിയല്ലേ? ഇത്രയും കാലത്തിനിടക്ക് ഒരിക്കലെങ്കിലും പ്രവാസിയായിട്ട് നിങ്ങളിത് കേൾക്കാതിരുന്നിട്ടുണ്ടാവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. നമ്മളെ നേരിട്ട് കാണാത്ത, നമ്മളെന്താണ് ഇവിടെ, എങ്ങനെയാണ് ഇവിടെ എന്നറിയാത്ത പലരുടെയും ധാരണയും സംശയം ഇങ്ങനെയൊക്കെയാണ്. നമ്മുടെ സ്റ്റാറ്റസും സ്റ്റോറിയും മാത്രം കണ്ട് വിലയിരുത്തുന്നവർ ഒരിക്കലെങ്കിലും നമ്മൾ എങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നത്, എവിടെ നമ്മൾ താമസിക്കുന്നത്, എപ്പോഴാണ് നമ്മൾ ഉറങ്ങുന്നത്, എത്ര മണിക്കൂർ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, നമ്മൾ കഴിക്കുന്നുണ്ടോ, എപ്പോഴാണ് കഴിക്കുന്നത്, നമ്മളുടെ മാനസിക സംഘർഷങ്ങൾ എന്താണ്, നമ്മൾ ഓക്കെ ആണെന്ന് പോലും അറിയാനോ തിരക്കാനോ വരാറില്ല. എന്തിനേറെ നാട്ടുകാരെ പറയുന്നു, ചിലപ്പോഴെങ്കിലും വീട്ടുകാരിങ്ങനെയാണെന്ന് തോന്നാറുണ്ട്. അങ്ങനെ കറി ഏകദേശം സെറ്റായി. അല്ല, ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരറിഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, അത് വേറെ കാര്യം. പിന്നെ ഈ സ്റ്റോറിയും സ്റ്റാറ്റസും കഷ്ടപ്പാടാണെങ്കിൽ നമ്മളിവിടെ ഹാപ്പിയാണെന്ന് കാണുന്നവർ ചിന്തിച്ചോട്ടെ. അതുമാത്രമല്ല, നമ്മൾ ഹാപ്പി തന്നെയാണെന്ന് അറിയാനുള്ള ഒരു മുഖംമൂടിയും കൂടിയായിട്ട് കണക്കാക്കിയാൽ മതി കേട്ടോ. ശ്രീജോ, ചട്ടിയിൽ കുറച്ച് കറി ഉണ്ട് കേട്ടോ. ചോറും കൂട്ടിട്ട് അത് കഴിച്ചിട്ട് ചട്ടി ഒന്ന് കഴുകി വെച്ചേക്കയാ.